എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. കൊട്ടിയൂർ ക്ഷേത്രം ദക്ഷയാഗം 4ാം സ്കന്ധത്തിലാണിത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ വിഘ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്കൊരു വിഘ്നസ്തുതി ചെയ്യാം. അതായത് എല്ലാ യാഗശാലകൾക്കും അല്ലെങ്കിൽ എല്ലാ പൂജാതി കർമ്മങ്ങൾക്കും മുമ്പ് വിഘ്നനെ സ്തുതിക്കുന്നു. കാരണം നമ്മളുണ്ടാക്കുന്ന ഒരു പരിപാടി ഒരു കാര്യങ്ങളും വിഘ്നങ്ങൾ വരരുത് എന്ന നിലയിലാണ് വിഘ്നസ്തുതിയിലൂടെ നമുക്ക് ആരംഭിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ജന സമീപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. വിഘ്നേശ്വര സ്തുതി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഉത്തര കേരളത്തിലെ ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂരിന് അറിയപ്പെടുന്നത്. കേരളത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ഒന്നാണ്. സഹ്യപർവ്വതത്തിലെ പ്രകൃതി രമണീയമായ താഴ്വരയിൽ കണ്ണൂർ, വയനാട്, കുടക് ജില്ലകളുടെ സംഗമ വേദിയാണ് കൊട്ടിയൂർ ക്ഷേത്രം. ശക്തി ചൈതന്യ കേദാരമായ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. പുണ്യകേദാരമായ ഈ ശിവ ചൈതന്യ സങ്കേതങ്ങളാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. പ്രകൃതിയുടെ വരദാനമായ കൊട്ടിയൂരിന്റെ ചൈതന്യ ധന്യത അവർണ്ണനീയമാണ്. ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന ശ്യാമസുന്ദരമായ ഗിരിശൃംഖങ്ങൾ കൊട്ടിയൂരിന്റെ കാലാവസ്ഥയെ അനുകൂലമായി സ്വാധീനിക്കുന്നു. ഈശ്വരതനും സ്വയംഭൂവായി അവതരിച്ചിട്ടുള്ളത് അക്കരെ കൊട്ടിയൂരിൽ നമുക്ക് കാണാം. 28 ദിവസം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രപൂജകൾ നടത്തുകയുള്ളൂ. ഈ കാലയളവാണ് കൊട്ടിയൂർ വൈശാഖോത്സവം എന്നറിയപ്പെടുന്നത്. ഇനിയുള്ള ബാക്കി 11 മാസം അക്കരെ ക്ഷേത്രത്തിൽ ആളുകൾക്ക് പ്രവേശനമില്ല. ഈ കാലയളവിൽ അക്കരെ ദേവതകൾ പൂജ ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം. കൊട്ടിയൂരിലെ സ്വയംഭൂ ഘോരഖാന്താരത്തിലൂടെ വേട്ടയാടി സഞ്ചരിക്കുന്ന ഒരു കുറച്ച് യുവാവ് ഒത്തിരി നേരം വേട്ടയാടിക്കുന്ന ഒരു മൃഗത്തെ പോലും കിട്ടിയില്ല. പെട്ടെന്ന് കുറച്ച് അകലെയും കാട്ടിലൊരു ചെറിയ അനക്കം ശ്രദ്ധിക്കപ്പെട്ടു. മെല്ലെ പാദങ്ങൾ എടുത്തു വെച്ചു ഒരു കാട്ടുകല്ലിന്റെ അടുത്തെത്തി. അമ്പിന്റെ മുന കല്ലിൽ ശക്തിയായി ഉരച്ചു. ഒന്ന് ഉറച്ചതേയുള്ളൂ. ഞെട്ടി പിറകോട്ട് വന്നു. ഒരു അലർച്ച പുറത്തു വന്നു. ചോര. കല്ലിന്റെ മുറിഭാഗം രക്തം പ്രവഹിക്കുകയാണ്. പിന്തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റോട്ടം. അടുത്ത ഒരു ഇല്ലത്താണ് ഓടി എത്തിയത്. പടിഞ്ഞാറ് നമ്പൂതിരി ഇല്ലത്ത്. കുറച്ചൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്പൂതിരിക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. ശക്തമായ ദൈവിക സാന്നിധ്യം അടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം കുറച്ചനെ എഴുതി ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ദേശാധിപത്യം വഹിക്കുന്ന നായർ സമുദായ എന്ന സ്ഥലത്ത് പോയി കുറച്ചൻ പറഞ്ഞ വിവരങ്ങൾ രാജാവിനെ അറിയിക്കുകയായിരുന്നു. ഒരു വൃദ്ധനെയും വിട്ടു. അവരെല്ലാവരും കുറച്ചനെയും കൂട്ടി വനഭൂമിയിലെ ആ ശിലക്കടുത്തെത്തി. പുഴയിലെ ജലമെടുത്ത് തീർത്ഥമായി ആവാഹിച്ച് ശിലമേൽ അഭിഷേകം ചെയ്തു. എന്ത് ചെയ്തിട്ടും രക്തം നിലക്കുന്നില്ല. ഈ സമയം തീയ സമുദായത്തിൽപ്പെട്ട ഒരു ഭൃത്യൻ ഇരു കൈകളിലും ഇളന്നകുലയും അവിടെ എത്തി. പടിഞ്ഞാറ്റ് നമ്പൂതിരിക്ക് കുരവ് വാങ്ങി കരിക്കുകുലകൾ വാങ്ങി ശിലമേൽ അഭിഷേകം ചെയ്തു. അപ്പോൾ തന്നെ രക്തപ്രവാഹം നിലച്ചു. ക്രമേണ അമ്പുറഞ്ഞ അടയാളവുമായി പിന്നെ എല്ലാം വേഗത്തിൽ നടന്നു. കൃഷ്ണചിന്ത നടത്തി. കാനനശിലയിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ സ്വയംഭൂലിംഗമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. പുരാണ പ്രസിദ്ധമായ സാക്ഷാൽ ദക്ഷയാഗം നടന്നത് ഈ പുണ്യഭൂമിയിൽ വെച്ചാണ്. ആയതുകൊണ്ട് ഇവിടുത്തെ പ്രധാന ചടങ്ങ് ഇളനീർ നിവേദ്യം തന്നെയാണ്. ഇനി അടുത്ത ചാപ്റ്ററിൽ ദക്ഷയാഗത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും അതുകൊണ്ട് തൽക്കാലം വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.